സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇസബല്ല തന്നെ ഗിരീഷിനെ രക്ഷിക്കാൻ വരുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അതോടുകൂടി ഇസബല്ലയ്ക്ക് ഗിരീഷിൻ്റെ വീട്ടിലും നല്ല പേരും പ്രശസ്തിയൊക്കെ ആവും. പിന്നെയും ഒറ്റപ്പെടാൻ പോകുന്നത് നമ്മുടെ ദേവിക തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം പ്രഭാവതിയും നന്ദനും ഇസബല്ലയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ നന്ദനെ ഋഷിയുടെ കൊലപാതക കേസിൽ നിന്നും രക്ഷിച്ചത് ഇസബല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ്. ഇനിയിപ്പോൾ നന്ദനായിട്ട് ഇസബല്ല എത്ര അടുത്തിടപഴകിയാലും അതിനെ എതിർക്കാനൊന്നും പ്രഭാവതി നിൽക്കൂല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഗിരീഷിനെ ഇസബല്ല ജാമ്യത്തിൽ ഇറക്കി കഴിഞ്ഞാൽ രജനിക്കും ഇസബല്ലയോട് ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നും. അങ്ങനെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് കാണാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ രജനിയാണെങ്കിൽ ഗിരീഷൻ വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിന്നിട്ട് ഈ ഗിരിയുടെ അമ്മയോട് പറയുന്നുണ്ട്, അവൾ വിചാരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗിരിക്ക് ജാമ്യം കിട്ടിയേനെ. അവൾ വിചാരിച്ച് കാണൂല, അതാ അമ്മയെന്ന് പറയുമ്പോൾ മോളൊന്ന് സമാധാനപ്പെടുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ രജനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. രജനി പറയുന്നുണ്ട്, ഗിരി വരാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലണത്. സിദ്ധാർത്ഥനെ കണ്ടതും രജനിയാണെങ്കിൽ അച്ഛാന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ കരയില്ല, ഈ സമയം ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോളുടെ കുഞ്ഞിനും ദോഷമാണെന്ന് പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും അച്ഛാ? ഗിരിയെ ഒരു കാര്യമില്ലാണ്ട് അവർ പിടിച്ചുകൊണ്ട് പോയത്, അതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്നാണ് ഗിരിയെ പിടിച്ചുകൊണ്ട് പോയത്. ഭക്ഷണം കഴിക്കാൻ പോലും ഗിരിയെ അനുവദിച്ചില്ല. ഇത് കള്ളക്കേസാ അച്ഛാ, എത്രയും പെട്ടെന്ന് ഗിരിയെ ജാമ്യത്തിൽ ഇറക്കണം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതെനിക്കറിയാം മോളെ, ഗിരി ഒരിക്കലും അക്രമത്തിൻ്റെ പാതയിലൂടെ പോകൂല എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ കെ നായർ മനഃപൂർവ്വം ഗിരിയെ കുടുക്കിയതാണ്. അന്നേരം രജനി പറയുന്നുണ്ട്, ഒരിക്കൽ ഈ കെ നായർ ഇവിടെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല അച്ഛാ, അന്ന് അയാൾ ഗിരിയെ ഭീഷണിപ്പെടുത്തിയായിരുന്നു, എൻ്റെ കുഞ്ഞിന് അച്ഛനുണ്ടാവില്ല സമരത്തിന് വന്നാന്നും പറഞ്ഞ്. അന്ന് ഗിരി അയാളുടെ മുന്നിൽ തലയുയർത്തി കുലുങ്ങാതെ തന്നെ നിന്നു. അതുകൊണ്ട് അയാൾക്ക് ഗിരിയോട് ഇത്രയും വിരോധം. എന്നാലും ദേവിക കാരണം ഇതെല്ലാം സംഭവിച്ചതെന്ന് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം അച്ഛാന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥനും പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാ, ദേവിക ഒരിക്കലും ഈ പ്ലാന്റിന് അനുമതി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഞാനും ഗിരീഷും ഒരുപാട് പ്രാവശ്യം ദേവിയോട് പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും ആ കുട്ടി എന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരോ ശക്തമായി തന്നെ കളിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ദേവിക ഒരിക്കലും അങ്ങനെ ഒരു പ്ലാന്റിന് അനുമതി കൊടുക്കില്ല എന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾക്ക് വലിയ പൈസയും കിട്ടിക്കാണും അച്ഛാ, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തതെന്ന്. ഈ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഗിരിയെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കണം, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോനെ കാണണം എന്ന് പറയുമ്പം നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിൽ ചെന്ന് ഗിരിയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ദേവിക അങ്ങോട്ട് പോയിട്ടുണ്ട്, അവളിപ്പോൾ തന്നെ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നു. ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ നേരെ പോകുന്നത് ആ കെ നായരുടെ അടുത്തേക്കാണ്. കെ നായർ ദേവിക കാണാൻ ചെല്ലുന്ന സമയത്ത് കെ നായർ ചോദിക്കുന്നുണ്ട്, MLA എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്. അന്ന് നിങ്ങളുടെ പ്ലാന്റിന് ഞാൻ അനുമതി തന്നു, പക്ഷേ നിങ്ങൾ എനിക്കിപ്പോൾ ഒരു സഹായം ചെയ്തു തന്നെ, ഗിരീഷ് ചേട്ടനെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടാൻ പറയണം. ആ കേസ് കള്ളക്കേസാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഗിരീഷ് ചേട്ടനും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കേസ് പിൻവലിക്കണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഗിരീഷ് ചേട്ടനെ വെറുതെ വിടണമെന്ന്. ആ സമയത്ത് കെ നായർ പറയുന്നുണ്ട്, അങ്ങനെ ഗിരീഷിനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. എന്തായാലും അവൻ എൻ്റെ പ്ലാന്റ് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കണേ. അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, ഞാൻ കേസ് പിൻവലിക്കൂലെന്ന്. എന്നാലും നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങളുടെ പ്ലാന്റിന് തന്ന അനുമതി ഞാൻ റദ്ദ് ചെയ്യുമെന്ന് പറയുമ്പം അത് ചെയ്യാൻ MLAക്ക് ഒരിക്കലും സാധിക്കില്ല. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് MLAനെയും കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിച്ചത്. തന്ത്രപരമായിട്ട് MLAനെയും കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കാൻ അറിയാമെങ്കിൽ അത് നിലനിർത്താനും എനിക്കറിയാം. തൽക്കാലം MLA ഇപ്പം ചെല്ല്, എന്തായാലും ഞാൻ കേസ് പിൻവലിക്കാനൊന്നും പോകണില്ല എന്നും പറഞ്ഞ് ഈ ദേവികയെ നല്ലോണം അപമാനിച്ച് തന്നെ കെ നായർ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ആ പോലീസുകാർ ഗിരീഷിനോടും കൂട്ടരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കെ നായരെ ആക്രമിച്ചില്ലേന്ന്. അവർ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ ആക്രമിച്ചില്ല. ഗിരീഷ് മാഷിനെ ആ കെ നായർ ഉപദ്രവിക്കാൻ നോക്കിയപ്പം ഞങ്ങൾ അയാളെ പിടിച്ചു മാറ്റിയുള്ളൂ, അല്ലാതെ ഗിരീഷ് മാഷ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ വേണമെങ്കിൽ ഇവിടെ നിർത്തിക്കോ, ഗിരീഷ് മാഷിനെ പറഞ്ഞു വിടണമെന്ന്. ആ സമയത്ത് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന നിർദ്ദേശം ഗിരീഷ് മാഷിനെ ഈ കേസിൽ കൊടുക്കണമെന്ന. നിങ്ങളെ പറഞ്ഞു വിട്ടാലും ഗിരീഷിനെ ഒരിക്കലും പറഞ്ഞു വിടാൻ പറ്റില്ല. എന്തായാലും ഗിരീഷ് കുറ്റം സമ്മതിക്കുവാണെങ്കിൽ അതാ നല്ലതെന്ന്. ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ചെയ്യാത്ത കുറ്റം സമ്മതിക്കില്ല. ഞാൻ ചെയ്തതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് സമ്മതിച്ചേനെ, ജയിലിൽ പോണേനും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കലും ജയിലിൽ പോകാനോ കുറ്റം സമ്മതിക്കാനോ നിൽക്കൂലെന്ന്. അങ്ങനെ ഗിരീഷിനെ ലോക്കപ്പിലോട്ട് കയറ്റിയിട്ട് ആ പോലീസുകാരൻ നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട്. ആ സമയം ഇത് കണ്ടു നിൽക്കണ ഗിരീഷിൻ്റെ കൂടെയുള്ളവർക്കാണെങ്കിൽ പ്രതികരിക്കാനോ ഒന്നും പറയാനൊന്നും പറ്റണില്ല. അവരിനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്,
ഗിരീഷിന് കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറ്റം സമ്മതിക്കണ വരെയും ഞങ്ങളിങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. എത്ര സമയം കുറ്റം സമ്മതിക്കാതെ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന്. ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട്, എന്നെ കൊന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റം സമ്മതിക്കൂലാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ മന്ത്രിനെ കാണാനായിട്ട് ചെന്നേക്കാണ്. അത് ഈ ഗിരീഷിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മന്ത്രിനെ കണ്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, മന്ത്രി കാര്യങ്ങൾ അറിഞ്ഞില്ലേ, എൻ്റെ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. ആ സമയത്ത് ഈ മന്ത്രി പറയുന്നുണ്ട്, അത് സിദ്ധാർത്ഥൻ്റെ മരുമകൻ ആ പ്ലാന്റിനെതിരെ സമരത്തിന് ചെന്നിട്ടല്ലേ, നമ്മളുടെ സർക്കാർ അനുമതി കൊടുത്ത പ്ലാന്റ് അത്. അതിന് പ്രതിപക്ഷം എതിർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല, അവിടെ കെ നായർക്കെതിരെ വധശ്രമവും നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് കള്ളക്കേസാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും തനിക്കും അറിയാം, എനിക്കും അറിയാം, പോലീസുകാർക്കും അറിയാം. എന്നാലും അവർ ഗിരീഷിനെയും കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനാണ് നോക്കണം. ഇതത്ര നല്ല കാര്യമൊന്നുമല്ല. എത്രയും പെട്ടെന്ന് താൻ ഇതിലിടപെട്ട് ഗിരീഷിനെ ജാമ്യത്തിലിറക്കി വിടണം. ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറയുമ്പം മന്ത്രി പറയുന്നുണ്ട്, അതൊന്നും ഇനി സാധിക്കില്ല സിദ്ധാർത്ഥ. എന്തായാലും ദേവികയോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ദേവിക ചെന്നിട്ട് അയാൾ മോളിൽ നിന്ന് പ്രഷറുണ്ട്, അതുകൊണ്ട് വിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മോളിൽ നിന്നുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ, നിങ്ങളൊക്കെ തന്നെയാണ് സമ്മർദ്ദം ചെലുത്തണേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗിരീഷിനെ വിട്ടില്ലെങ്കിൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കുമെന്ന്. ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട്, സിദ്ധാർത്ഥന് ഇതെന്താ പറയണേ, ഇത് പാർട്ടിയുടെ തീരുമാനം അല്ലാതെ എൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല. പാർട്ടിക്കെതിരെ എതിർ പാർട്ടിക്കാർ നിന്നാൽ നമ്മളിത് കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതാണോ ശരിക്കും സത്യം, അതോ കെ നായരുടെ പ്ലാന്റിന് സംരക്ഷണം കൊടുക്കുന്നതാണോ? ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന് ഞാൻ നിങ്ങളോടും ദേവികയോടൊക്കെ മാറി മാറി പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് ഏതോ ഒരു സാഹചര്യത്തിൽ മോളതിന് അനുമതി കൊടുത്തു. ഇപ്പോൾ ഗിരീഷിനെ സ്റ്റേഷനിലിട്ട് തല്ലി ചതച്ചാലൊന്നും ആ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കാൻ പോണില്ല. എതിർ പാർട്ടിക്കാരെ നിങ്ങൾ ഒതുക്കിയാലും ഞാൻ ആളുകളുമായിട്ട് ഇറങ്ങും, ആ പ്ലാന്റ് ഞാൻ പൂട്ടിക്കുന്നു. അത് കേട്ടതും ഈ മന്ത്രിയാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാവുന്നുണ്ട്. സിദ്ധാർത്ഥൻ ഇതിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്ലാന്റ് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ മന്ത്രിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മന്ത്രി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കെ നായർ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്ന്. അങ്ങനെ ഫോണെടുത്ത് കെ നായരെ വിളിച്ചിട്ട് മന്ത്രി കെ നായരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ പെറ്റീഷൻ പിൻവലിക്കണം. ആ സമയത്ത് കെ നായർ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് പിൻവലിക്കേണ്ടത്, എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അത് സത്യമുള്ള കാര്യമല്ലാന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പെറ്റീഷൻ പിൻവലിക്കണം, ഇല്ലെങ്കിൽ ആളുകൾ സമരമായിട്ട് വീണ്ടും അങ്ങോട്ട് വരുമെന്ന് പറയുമ്പം കെ നായർ പറയുന്നുണ്ട്, ആരൊക്കെ സമരമായിട്ട് വന്നാലും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റ് ഇവിടെ തുടങ്ങിയത് പോലും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് കെ നായർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഋഷിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഋഷി ഇനിയും നിനക്ക് ചന്ദ്രോത്തുള്ളവരോടുള്ള വൈരാഗ്യം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഋഷി പറയുന്നുണ്ട്, ഇല്ലമ്മേ, അതൊരിക്കലും തീരില്ല. എൻ്റെ ലീന ഇല്ലാണ്ടാവാൻ കാരണക്കാരി ആ പ്രഭാവതിയാണ്. അതുകൊണ്ട് ആ പ്രഭാവതിയുടെ കുടുംബം തകർന്ന് തരിപ്പണമാകണം വരെ ഞാൻ അവരോട് എതിർത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ അരുന്ധതി പറയുന്നുണ്ട്, മോനെ, അത് ശരിയായ കാര്യമല്ല. പ്രഭാവതി മനഃപൂർവ്വം ലീനയെ കൊന്നതൊന്നുമല്ലല്ലോ. അന്ന് ആ വഴക്ക് പറഞ്ഞപ്പം ലീന മരിക്കുമെന്ന് പ്രഭാവതി വിചാരിച്ച പോലുമില്ല. ശരിക്കും ലീനയെ പഠിപ്പിച്ചതും വളർത്തിയതൊക്കെ പ്രഭാവതി തന്നെയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു കുട്ടിയെ പ്രഭാവതി മനഃപൂർവ്വം കൊല്ലുമെന്ന് ചോദിക്കുമ്പം ഈ ഋഷി പറയുന്നുണ്ട്, എന്നെ സ്നേഹിച്ചു എന്നും പറഞ്ഞല്ലേ പ്രഭാവതി ലീനയെ അടിച്ചത്. അങ്ങനെയാണ് ഈ പ്രഭാവതിയുടെ മോനും മോളും എല്ലാം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ. എന്നിട്ടെന്താ പ്രഭാവതി അവരെയൊന്നും ചെയ്യാത്തതെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് തന്നെ ദേവിക കാരണം. അങ്ങനെയുള്ള ദേവികയുടെ ജീവിതം നമ്മൾ തകർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേവികയുടെ ശാപം കിട്ടും. അവളൊരു പാവം കുട്ടിയാണ്. ഇപ്പം തന്നെ ഇസബെല്ല നന്ദൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനാണ് നോക്കണേ. അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്ന്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഋഷിക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിക്കും ഇസബെല്ലയുടെ ലക്ഷ്യം ദേവികയുടെ ജീവിതം തകർത്ത് നന്ദനെ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയും കെവിനെയാണ്. കെവിൻ നന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്തായിടാ ഗിരീഷേട്ടന് ജാമ്യം കിട്ടിയോന്ന് ചോദിക്കുമ്പം, ഇല്ല കെവിൻ, ജാമ്യം കിട്ടിയില്ല, ദേവി പോയിരുന്നു, പക്ഷേ പോലീസുകാർ ഗിരീഷേട്ടനെ വിട്ടയച്ചില്ല. എന്തായാലും ഈ കേസ് കള്ളക്കേസാന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഗിരീഷേട്ടന് ഒരിക്കലും അങ്ങനെ ആരെയും ആക്രമിക്കാനൊന്നും പോവില്ല എന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അത് പിന്നെ നമുക്ക് അറിയാലോ, എന്തായാലും ഇനി സമരമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി ആ കെ നായർ കുടുക്കിയത് തന്നെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗിരീഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കണേന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഗിരീഷിന് ജാമ്യം കിട്ടണമെങ്കിൽ ഒരേ ഒരാൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അത് ആരാണെങ്കിലും നമുക്ക് അയാളെ പോയി കാണാമെന്ന് പറയുമ്പം അയാളെ നമ്മളങ്ങനെ പോയി കാണേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി. എന്നാൽ നീ ഇപ്പം തന്നെ വിളിക്കുക, ആരെയാന്ന് വെച്ചാൽ ആരെയാണ് നീ വിളിക്കാൻ പോണേന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, ഇസബെല്ലയാണ്. ഇസബെല്ല വിചാരിച്ചാൽ ഗിരീഷേട്ടന്
ജാമ്യം കിട്ടും. അതുമാത്രമല്ല കെ നായരെയും കൊണ്ട് കേസ് പിൻവലിപ്പിക്കാനും ഇസബെല്ല നോക്കിയാൽ നടക്കുമെന്ന്. അത് കേട്ടതും നന്ദൻ പറയുന്നുണ്ട്, എന്നാൽ നീ വേഗം തന്നെ ബെല്ലയെ വിളിച്ച് കാര്യങ്ങൾ പറ, എത്രയും പെട്ടെന്ന് ഗിരീഷ് ഏട്ടനെ ജാമ്യത്തിലിറക്കണം. അതുമാത്രമല്ല പോലീസ് ഗിരീഷ് ഏട്ടനെ ഒരുപാട് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് കെവിനാണെങ്കിൽ ഫോൺ എടുത്ത് ഇസബെല്ലയെ വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് കാറിലോട്ട് വന്ന് കയറുന്ന സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, എന്തായി ദേവിക, പോയിട്ട് കാര്യങ്ങളെല്ലാം റെഡി ആയി എന്ന് ചോദിക്കുമ്പം, ഇല്ല മുരളിയേട്ടാ, ഒന്നും ശരിയായിട്ടില്ല. ഇനി ഞാൻ എങ്ങനെ ഗിരീഷ് ഏട്ടൻ്റെ രജനി ചേച്ചിയുടെയൊക്കെ മുഖത്ത് നോക്കും? അല്ലെങ്കിൽ തന്നെ രജനി ചേച്ചി ഈ അവസ്ഥയിലിരിക്കുമ്പം ആകെ വിഷമിച്ചാൽ നിൽക്കണേ, എല്ലാം ഞാൻ കാരണമെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ദേവിക കാരണമാവണേ? ഇതിനെല്ലാം കാരണക്കാർ പ്രഭയാൻ്റെയും നന്ദനും അല്ലേന്ന്. അത് കേട്ടതും ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും നമ്മളുടെ ഇസബെല്ല തന്നെ സ്റ്റേഷനിൽ വന്ന് ഗിരീഷിനെ ജാമ്യത്തിലിറക്കും. അതുമാത്രമല്ല ഇസബെല്ല പറഞ്ഞു കഴിഞ്ഞാൽ കെ നായർ കേസ് പിൻവലിക്കുകയും ചെയ്യും. ഈ പ്ലാന്റിനുള്ള അനുമതി കെ നായർക്ക് ശരിയാക്കി കൊടുത്തത് തന്നെ ഇസബെല്ല ആയതുകൊണ്ട് ഇസബെല്ല എന്ത് പറഞ്ഞാലും കെ നായർ അനുസരിക്കും. അങ്ങനെ ഇസബെല്ലയ്ക്ക് ചന്ദ്രോത്തുള്ളവരുടെ മനസ്സിലും അതുപോലെ ഗിരീഷിൻ്റെ അമ്മയുടെയും രജനിയുടെയും ഒക്കെ മനസ്സിലും നല്ലൊരു സ്ഥാനം കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.